വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫ്ഫാന്റെ പിതാവ് അബ്ദുറഹീമിന്റെ മൊഴിയെടുക്കുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് മൊഴിയെടുപ്പ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, അബ്ദുറഹീമിന് എന്ത് പറയാനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇങ്ങനെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൂട്ടക്കൊലയിലേക്ക് അഫ്ഫാനെ നയിച്ചതിന് പിന്നിലുള്ള പശ്ചാത്തലങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ റഹീമിന് കുറേ പറയാനുണ്ടാകും. ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് എവിടെ വെച്ചാണ്, എത്ര സമയം നീളും, പോലീസ് എന്താണ് പുതുതായി നമുക്ക് നൽകുന്ന വിവരങ്ങൾ? സൈഫുദ്ദീൻ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അഫ്ഫാനെ ഈ വലിയ കൂട്ടക്കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴവും പരപ്പും അറിയുക എന്നുള്ളതാണ് റഹീമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് കഴിഞ്ഞ 7 വർഷമായി നാട്ടിലില്ലാത്ത ഒരാളാണ്. ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് നാട്ടിലില്ലാത്ത ഒരാളാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരം റഹീമിന് അറിയുന്നത് മാധ്യമങ്ങളിലൂടെയും മറ്റുള്ളവർ പറഞ്ഞുമുള്ളതാണ്. കൂടാതെ ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പറയാൻ സാധിക്കുന്ന ഷെമി ഇപ്പോഴും ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ പോലീസ് ഉദ്ദേശിക്കുന്നത് അഫ്ഫാൻ പറയുന്ന രീതിയിൽ വലിയ ഒരു തുക കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്, ഇത്തരം കടക്കാരായിട്ടുള്ള ആളുകൾ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായൊരു വിശദീകരണം ലഭിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം അഫ്ഫാൻ നൽകിയ മൊഴിയിൽ പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ കൂടി പരിഹരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അഫ്ഫാൻ നൽകുന്ന വിശദീകരണത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കുക എന്ന ലക്ഷ്യങ്ങളടക്കമാണ് അബ്ദുറഹീമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ പാങ്ങോട് CI നേരിട്ട് അബ്ദുറഹീമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അതിൽ അബ്ദുറഹീം ആ ഘട്ടത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 7 വർഷമായി വിദേശത്തായിരുന്നത് കൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കടബാധ്യതകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല. വിദേശത്തുള്ള ചില പ്രശ്നങ്ങൾ മൂലം കുടുംബവുമായി സ്ഥിരമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നടക്കമുള്ള വിശദീകരണങ്ങൾ നൽകിയിരുന്നു. അത് മാത്രം പോലെ കൂടുതൽ ഔദ്യോഗികമായി തന്നെ മൊഴിയെടുക്കുക വേണമെന്ന നിലപാട് പോലീസ് സ്വീകരിക്കുകയും തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാവാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ റഹീം ഹാജരാവുകയില്ല എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടെ അടുത്ത സമയത്ത് റഹീം നേരിട്ട് ഹാജരാവുകയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്നിട്ട് അവസാന ഘട്ടത്തിലെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ഒരുപക്ഷെ അബ്ദുറഹീം മാധ്യമങ്ങളെ കണ്ടേക്കും. അതിനുശേഷം വെഞ്ഞാറമൂട്ടേക്ക് പോകും എന്നാണ്, വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ ചെന്ന് ഷെമിയെ നേരിട്ട് കാണാനുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. ആ നിലയിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക. ഏതായാലും അബ്ദുറഹീമിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിർണായകമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിപ്പം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അബ്ദുറഹീം പോലീസുമായി പറയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത് പോലീസിനെ സംബന്ധിച്ചുള്ള നിർണായകമാണ്. ഇതിന്റെ പശ്ചാത്തലം എന്താണ്, ഇത്തരം വലിയൊരു ക്രൂരകൃത്യത്തിലേക്ക് അഫ്ഫാനെ നയിച്ചത് എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയെടുക്കാൻ, അതുമായി ബന്ധപ്പെട്ടുള്ള മോട്ടീവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങൾ അറിയുന്നത് പോലീസിൽ അബ്ദുറഹീമിന് നൽകുന്ന മൊഴികൾ നിർണായകമാണ് എന്നുള്ളതാണ്. സൈഫുദ്ദീൻ.